ഈ കെ.സി. വേണുഗോപാലിനും മറ്റുമൊക്കെ ഒരു അപകടം ഉണ്ടായി. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വിമാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപകടമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവം? അതായത് ഇന്ന് ദില്ലിയിലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാം ഒരു പ്രതിഷേധ മാർച്ചും യോഗവും ഒരു പ്രതിഷേധ സംഗമം അവിടെയുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം.പിമാർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ രാവിലെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഇവർ യാത്ര ചെയ്യുകയാണ്. ഈ വിമാനം ഇവിടെ നിന്ന് 7:30 പറക്കേണ്ട വിമാനം 1 മണിക്കൂർ വൈകിയാണ് യാത്ര ആരംഭിച്ചത് തന്നെ. അപ്പോൾ വിമാനം പറന്നുയർന്ന് അല്പസമയത്തിനകം പൈലറ്റ് ഒരു സന്ദേശം കൊടുക്കുകയാണ്. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട്, അടിയന്തരമായിട്ട് അടുത്തുള്ള എയർപോർട്ടിൽ വിമാനം ഇറക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടൊരു സന്ദേശം കൊടുക്കുന്നു. അപ്പോൾ നമ്മളാണെങ്കിലും ആ വിമാനത്തിൽ നമ്മളുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നുക? ആദ്യം മനസ്സിൽ തെളിയും ചിത്രം അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിൻ്റെ ആണ്. അപ്പം നമ്മളുടെ ഏതൊരു മനുഷ്യൻ്റെയും ചിന്തയിൽ വരിക, നമ്മുടെ വിമാനം തകരാൻ പോവുകയാണ്, നമ്മളെല്ലാം തീർന്നു, ഇനി ഇല്ല, നമുക്കെന്നെ അങ്ങോട്ട് ജീവിതമില്ല എന്ന് പറയണം. അപ്പം ഈ അടിയന്തരമായിട്ട് ഇത് ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷവും ഏകദേശം 1.5 മണിക്കൂറായിട്ട് ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റാതെ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ് ഈ വിമാനം. അപ്പോൾ പിന്നീട് ഈ ക്യാബിൻ ക്രൂ അംഗങ്ങളോട് ഇവർ ചോദിക്കുമ്പോഴും ഇപ്പോൾ ലാൻഡ് ചെയ്യും എന്നുള്ള മറുപടി അല്ലാതെ എന്താണ് തകരാറെന്നോ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അവർക്കും കൃത്യമായിട്ട് ധാരണയില്ലായിരുന്നു. അപ്പം ഈ എം.പിമാർ ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാണ് പ്ലാൻ, എന്താണ് ഇത്രയും യാത്രക്കാരുടെ ജീവൻ വെച്ചിട്ട് നിങ്ങൾ പന്താടുകയാണോ, എന്തുകൊണ്ട് വിമാനം ഇറക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ പൈലറ്റ് ആണെങ്കിൽ പക്ഷേ പിന്നീട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇതിനകത്തെ യാത്രക്കാരുമായിട്ട് ഇല്ല. പൈലറ്റ് ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എയർ ട്രാഫിക് കൺട്രോൾ ആയിട്ടാണ്. അതായത് ചെന്നൈ വിമാനത്താവളത്തിലെ അധികൃതരുമായിട്ടാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഈ വിമാനം അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെന്നൈയിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അവിടെ റൺവേയിൽ ഒരു വിമാനം ഉണ്ടായിരുന്നു. ആ വിമാനം പറന്നുയർന്നതിന് ശേഷം മാത്രമേ ഈ വിമാനത്തിനവിടെ ഇറങ്ങാൻ പറ്റൂ എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ധനം മുഴുവനായിട്ടും ഉണ്ടായിരുന്നു. അപ്പം അടിയന്തര ക്രാഷ് ലാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിമാനത്തിന് തീപിടിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് സമയം പറത്തി അതിൻ്റെ വിമാനത്തിലെ ഇന്ധനം ഏകദേശം പകുതിയിൽ കൂടുതൽ കത്തിച്ച് കളഞ്ഞതിന് ശേഷം ലാൻഡ് ചെയ്യുക എന്നുള്ള തീരുമാനമായിരുന്നു എന്നും പറയുന്നു. പക്ഷേ എന്നാലും അത് കൃത്യമായിട്ട് ഇതിനകത്തുള്ള യാത്രക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. അത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ യാത്രക്കാരാകെ ഭയങ്കരമായിട്ട് പേടിച്ച് ആകെ വേവലാതിപ്പെട്ട് ആണ് അതിനകത്തിരുന്നത്. ഈ കെ.സി. വേണുഗോപാൽ മാത്രമല്ല, അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു, രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക എം.പിമാരും ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിമാനം ഏകദേശം ഒരു 1.5 മണിക്കൂർ വട്ടമിട്ട് പറന്നതിന് ശേഷം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കി. ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയ അടുത്ത നിമിഷം തന്നെ കെ.സി. വേണുഗോപാൽ എയർ ഇന്ത്യയുടെ അധികൃതരെ വിളിച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി DGCAക്ക് കെ.സി. വേണുഗോപാൽ പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഇവർക്കെതിരെ നടപടി ഉണ്ടാവണം, യാത്രക്കാരുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല, ഏകദേശം 1.5 മണിക്കൂർ വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി സമയമെടുത്തു, അപ്പം ഇത്രയും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം എന്ന് പറഞ്ഞിട്ടൊരു പരാതി DGCAക്ക് നൽകാൻ തയ്യാറെടുക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ റൺവേയിൽ ഒരു വിമാനം ഉണ്ടെങ്കിൽ പോലും ആ വിമാനം പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയിട്ട് ഈ അടിയന്തര പ്രാധാന്യമുള്ള വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യവും ഈ ചെന്നൈ വിമാനത്താവള അധികൃതർ ഒരുക്കിയില്ല എന്നുള്ളൊരു പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും അവർ ഉന്നയിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഇന്ധനമുള്ളൊരു വിമാനം അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും അപകടമുണ്ടായാലോ എന്നുള്ള ധാരണയിലാണ് വിമാനത്തിലെ ഒരു പരിധിയിൽ കൂടുതൽ ഇന്ധനം കത്തിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ലാൻഡ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത് എന്നാണ് പറഞ്ഞത്. എന്തായാലും ആളപായമില്ലാതെ വിമാനം ലാൻഡ് ചെയ്തു. പിന്നീട് മറ്റൊരു വിമാനത്തിൽ അതിനകത്ത് യാത്രക്കാരെ മുഴുവൻ ദില്ലിയിലേക്ക് അയക്കുകയും ചെയ്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മൾ സുഗമമായ യാത്ര, സുരക്ഷിതമായ യാത്ര, വളരെ പെട്ടെന്നുള്ള യാത്ര എന്ന് കരുതിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ വിമാന യാത്രയെ നമ്മൾ സ്വീകരിക്കുന്നത്. ആ വിമാനയാത്രാ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം ഈ അഹമ്മദാബാദ് വിമാന അപകടം വന്നതിന് ശേഷമാണ് ആളുകൾക്ക് പൊതുവെ ഒരു ഭീതിയോടുകൂടെ ഈ വിമാനയാത്രയെ നമ്മൾ സമീപിക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ പോലും പണ്ട് ഞാൻ ഒരു തവണ യാത്ര ചെയ്ത സമയത്ത് ഇത് ഖട്ടറിൽ വീഴുന്നൊരു ഇതുണ്ട്, വിമാനം എയർ ഖട്ടറിൽ വീണിട്ട് ആകെ അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ വിമാനയാത്രയാണ്. അപ്പം അത് ഭയപ്പാടുണ്ടായി. പക്ഷേ അടുത്ത നിമിഷത്തിൽ തന്നെ വിമാനം നോർമൽ സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അതിനകത്തെ പൈലറ്റും ക്യാബിൻ ക്രൂ അംഗങ്ങളും
വളരെ സൗമ്യമായിട്ട് ആളുകളോട് പെരുമാറുകയും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇന്നതാണ് സംഭവിച്ചത്, ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പം ഈ വിമാനത്തിൽ സ്ഥിരം യാത്രക്കാരാണല്ലോ ഈ പൈലറ്റും ക്യാബിൻ ക്രൂ അംഗങ്ങളും. അപ്പോൾ അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അതിനകത്ത് യാത്രക്കാരുടെ ഭയമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിന് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആ ക്യാബിൻ ക്രൂ അംഗങ്ങളുണ്ടെങ്കിൽ അതൊരു സുഗമകരമായ യാത്രയായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂ അംഗങ്ങളോ പൈലറ്റോ ഈ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെയുള്ള അതിനകത്തെ യാത്രക്കാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും തയ്യാറായില്ല. ഒരു പക്ഷേ പൈലറ്റിൻ്റെ ഈ സന്ദേശം വന്നപ്പോൾ ക്യാബിൻ ക്രൂ അംഗങ്ങളും ചിലപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടാകും. കാരണം അവരും ബേസിക്കലി മനുഷ്യരാണ്. മനുഷ്യന്മാരുടെ നമ്മൾക്ക് ഉള്ള എല്ലാ ചിന്തകളും അവർക്കും ഉണ്ടാകും. അവർ എത്ര വർഷം എത്രയോ തവണ അതിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിമാന അപകടം മുന്നിൽ കണ്ടിട്ട് പിന്നീട് ഈ ജോലിക്ക് കയറുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കും എല്ലാം അവരുടെ ജീവനിൽ ഭയമുണ്ടാകും. ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം അവർ യാതൊരു കമ്മ്യൂണിക്കേഷനും, കാരണം അവർക്കും വിവരങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ കമ്മ്യൂണിക്കേഷന് മുതിരാതിരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ കൂടി യാത്രക്കാരെ സുരക്ഷിതമായിട്ട് എത്തിക്കുക, അവരുടെ യാത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവരെ സന്തോഷത്തോടെ യാത്ര അയക്കുക, അത് ഏതൊരു എയർലൈൻ ഏജൻസിയുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇവിടെ എയർ ഇന്ത്യക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി എന്നൊരു സമീപനം എയർ ഇന്ത്യ വളരെ നേരത്തെ സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് ടാറ്റ ഗ്രൂപ്പ് അത് ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി എന്നാണ് പറഞ്ഞിരുന്നത്. മാറ്റങ്ങളൊക്കെ വരുത്തി എയർ ഇന്ത്യ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന കുറേ ക്യാബിൻ ക്രൂ അംഗങ്ങളെ വരുത്തിച്ചു. അതിനുശേഷം നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ തുടങ്ങി. ഒരു പരിധിവരെ പരാതികൾ കുറവായിരുന്നു. പക്ഷേ DGCയുടെ ഭാഗത്തു നിന്ന് എയർ ഇന്ത്യക്ക് നിരവധി തവണ മെമ്മോ കിട്ടിയിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ അറിയുന്നത് ഈ പറഞ്ഞ അഹമ്മദാബാദ് വിമാന അപകടം കഴിഞ്ഞതിന് ശേഷമാണ്. അത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ പലപ്പോഴും കൃത്യസമയത്ത് മെയിൻ്റനൻസ് സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം 3 വിമാനങ്ങൾക്ക് അത്തരത്തിൽ ഈ DGCയെ നോട്ടീസ് കൊടുത്തിട്ട് പോലും സർവീസ് നടത്താത്തതിനാൽ അവർക്ക് ആ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് എയർ ഇന്ത്യക്ക്. കാരണം എയർ ഇന്ത്യ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ എയർ ഇന്ത്യയെ ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് DGCയെ പോകും. അത് വലിയ നഷ്ടത്തിലേക്കായിരിക്കും ടാറ്റ ഗ്രൂപ്പിനെ എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ 3 വിമാനങ്ങൾ കൃത്യസമയത്ത്, അതായത് 3 വിമാനങ്ങൾ നമ്മൾ എടുത്തു പറയണം. ഒരു വിമാനം 2 മാസമാണ് അതിൻ്റെ മെയിൻ്റനൻസ്, അതായത് കൃത്യസമയത്ത് നടത്തേണ്ട മെയിൻ്റനൻസ് നടത്താതെ, സർവീസ് നടത്താതെ ചെയ്ത് അതിൻ്റെ എൻജിൻ പോലും കൃത്യമായിട്ട് പരിശോധന നടത്തിയില്ല എന്നുള്ളതാണ് DGCയെ കണ്ടെത്തിയിരിക്കുന്നത്. വേറൊരു വിമാനമാണെങ്കിൽ 7 ദിവസം, വേറൊരു വിമാനം 2 ദിവസം, ഈ 3 വിമാനങ്ങളും കൃത്യസമയത്ത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 2 മാസം കാലാവധി കഴിഞ്ഞ വിമാനം, അതായത് സർവീസ് ചെയ്യേണ്ട കാലാവധി കഴിഞ്ഞിട്ട് 2 മാസം കൂടി സർവീസ് ചെയ്യും. ഈ വിമാനം ഇതിനിടയിൽ ജിദ്ദയിൽ പോയി, ദുബായിൽ പോയി, അബുദാബിയിൽ പോയി, അതായത് GCC കൺട്രീസിലൊക്കെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വിമാനം. അപ്പം ഇതിനിടയിൽ ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? ഈ വിമാനത്തിന് എന്തെങ്കിലും ഇത് തോന്നി അപ്പോൾ DGC ഇവരോട് ചോദിക്കും, ഞങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് ഇത് മെയിൻ്റനൻസ് നടത്തണം എന്നുള്ളത്, ആ മെയിൻ്റനൻസ് എന്തുകൊണ്ട് നടത്തിയില്ല, നിങ്ങളുടെ ഭാഗത്തെ വീഴ്ചയാണ്. അപ്പം ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ എയർ ഇന്ത്യക്ക് നോട്ടീസ് കൊടുത്തിരുന്നത്. എയർ ഇന്ത്യ ആ നോട്ടീസ് ആദ്യം തള്ളിക്കളയുകയും പിന്നീട് ശരിയാണ് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് DGCയെ വീണ്ടും പറഞ്ഞ ഘട്ടത്തിൽ അവരത് സമ്മതിക്കുകയും എന്നിട്ട് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് ഇങ്ങനെ വീഴ്ച. അപ്പം ഈ തിരുവനന്തപുരത്തെ വിമാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അതിൻ്റെ ചെക്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് വിമാനയാത്ര ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഒരു ഭയമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.